ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചോറൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം, വലിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഇളക്കി കൊടുക്കാം. ഇതൊരു ഹാഫ് കുക്കാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്നട്ടോടെ ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് വീതം കാണും. അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസിന് വേണ്ടിയുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചോറ് വേവിച്ചപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു ചെറിയ തീയെ നമുക്കൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിന് ശേഷം ഇപ്പോൾ ഒന്ന് അടപ്പ് മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.